എന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിങ്ങളുടെ ആരും ആയിക്കോട്ടെ ഒരു പേഴ്സൺ ഇവരും വെളിയിൽ പോകില്ല. 100% ഉറപ്പ്. ധൈര്യമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുക. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഈ 3 യുവതികളുടെ ഫോട്ടോ നിങ്ങൾ കണ്ടുള്ള പരിചയമുണ്ടോ? ഈ 3 പേരും ടീച്ചർമാരാണ്. ഈ 3 പേരും ജയിലിലാണ്. ഒരാളെ പേര് കാവ്യ, കീർത്തന, നീഷ്മ. ഈ 3 പേരും ജയിലിലാവാൻ കാരണം ആരെങ്കിലും കൊന്നതോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. ഇവർ നല്ല ടീച്ചർമാരാണ്. നല്ല ശാരീരിക ക്ഷമത ഉള്ള നല്ല സൂംബ ഡാൻസും കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ഉഷാറാണ്. പക്ഷേ ഇവർ ലഹരിയുടെ പ്രധാന കണ്ണികളാണ്. ഇവർ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കാമെന്ന് മാത്രമല്ല, ഇവരത് വിൽപ്പന നടത്തുന്ന കരിയർ കൂടിയാണ്. ഇവരെ ലക്ഷങ്ങൾ, കോടികൾ തന്നെയാണ് ഇവരുടെ അക്കൗണ്ടിൽ വന്നത്. ഏതായാലും ഇവരിപ്പോൾ ജയിലിലാണ്. ഞാൻ പറയാൻ കാരണം ഈ ഒരു ജയിലിലായ ടീച്ചർമാരുടെ പേര് കാവ്യയും ഈ കീർത്തനയും നീഷ്മയ്ക്ക് പകരം വല്ല ജമീലയോ വല്ല മുംതാസോ അല്ലെങ്കിൽ വല്ല റസീനയോ അങ്ങനെയുള്ള വല്ല പേരുകളായിരുന്നെങ്കിൽ ഈ നാട്ടിലെ പുകിലുകൾ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ വരുന്നൊരു രീതി ഞാൻ വർഗീയത പറയാമെന്നൊന്നും പറഞ്ഞു വരണ്ട. ഏതെങ്കിലും കുറ്റകൃത്യത്തിന് മുസ്ലിങ്ങൾ പിടികൂടുമ്പോൾ ആ മുസ്ലിങ്ങളുടെ നബി മറുപടി പറയണം, മതം മറുപടി പറയണം, അവൻ്റെ കുടുംബം മറുപടി പറയണം. ഇവിടെ കാവ്യയും കീർത്തനും നിഷ്മ ആയതുകൊണ്ട് ഒരു മതനേതാക്കന്മാരും മറുപടി പറയണ്ട. ഇവരുടെ മതം കുറ്റവാളിയല്ല. ഇതൊരു മുസ്ലിമായ ഒരാളാണ് കുറ്റവാളി ആയിക്കണമെങ്കിൽ ആരൊക്കെ അതിന് മറുപടി പറയണം. ഇങ്ങനെ മറുപടി പറയിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഈ ഒരു ടീച്ചർമാർ കോഴിക്കോട് പേരാമ്പ്രയിലെ BRCക്ക് കീഴിലുള്ള ടീച്ചർമാരാണ്. ഈ 3 പേരെയും പിരിച്ചുവിട്ടു. ഈ ടീച്ചർമാരുണ്ടല്ലോ, ഈ ടീച്ചർമാർ എന്ന് പറഞ്ഞാൽ കൊടും ക്രിമിനലുകളാണ്. ഇവരൊന്നും അല്ല ഇതിൻ്റെ പിന്നിലുള്ളത്. ഇതിൻ്റെ പിന്നിൽ വേറെ ഒരാൾക്കാരുണ്ട്, വയനാടുള്ള ഒരാൾ. അവരാരാണെന്ന് കണ്ടെത്തണം. അപ്പം ഇവരുടെ പിന്നിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പോലീസ് ഫോഴ്സ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. മെറീന ജോസഫ് എന്ന് പേരുള്ള ഒരു വനിതാ IPS ഓഫീസറാണ് ഇതിൻ്റെ പിന്നിൽ അന്വേഷണം നടത്തുന്നത്. അപ്പം അവർ പറയുന്നൊരു കാര്യം, നിലവിൽ ഇവർ പഠിപ്പിക്കുന്ന പെൺകുട്ടികളൊന്നും ഇതിൽ അകപ്പെട്ടിട്ടില്ല. ഇവർക്ക് ലഹരി വാങ്ങാൻ വേണ്ടി അയച്ച ആളുകളുടെ, ഇവർക്ക് കാശ് അയച്ചു കൊടുത്ത 1000, 2000, 3000 അയച്ചു കൊടുത്ത ആളുകളുടെ എണ്ണം എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നഊദുബില്ലാ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ മാതിരി 3 ടീച്ചർമാർ, ഇവരെയൊന്നും ഇനി ജന്മത്തിൽ എന്ത് ചെയ്യരുത്, ജയിലിൽ നിന്ന് പുറത്തു വിടരുത്. കാരണം അധ്യാപികമാർക്ക് അവർക്ക് തന്നെ അവരുടെ വിലയില്ലാതാക്കിയ ആളുകളാണ്. ഇതുമാത്രമല്ല, ഇവർ ഇടതുപക്ഷ അനുകൂല സംഘടനയുടെ ആളുകളാണ്. ഇങ്ങനെ BRCയിൽ വരുന്ന ടീച്ചർമാർക്ക് ഈ വലതുപക്ഷ അധ്യാപകരെക്കാൾ ഇവർ കൂടുതൽ ഇടതുപക്ഷ അധ്യാപകരാണ്. ഇതിലെ കാവ്യയും അതേപോലെ കീർത്തനും നിഷ്മയൊക്കെ ഇവരൊക്കെ ഇടതുപക്ഷ അധ്യാപക സംഘടന ആളുകളാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷം ഇവർ ചെയ്തു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ, അന്ന് ഇവിടെ ഓപ്പറേഷൻ തൂഫാൻ ഇല്ല, കൃത്യമായുള്ള പരിശോധനകളില്ല, ആർക്ക് എന്ത് ലഹരിയും എങ്ങനെ വിൽക്കാം എന്നുള്ള ഒരു സ്വതന്ത്രമായിട്ട് നടക്കരുത്. ഇപ്പം രമേശ് ചെന്നിത്തല വന്ന് നല്ല ആഭ്യന്തരമന്ത്രിയാണ് കേട്ടോ. എന്തൊക്കെ പാകപ്പിഴവുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാലും ഞാൻ പറയും അദ്ദേഹം ഗുഡാണെന്നുള്ളത്. ഈ ഒരു ഓപ്പറേഷൻ തൂഫാനിലൂടെ ഈ ടീച്ചർമാരെ പൊക്കി. ഇതിൻ്റെ പിന്നിൽ വയനാടുള്ള ഒരുത്തനുണ്ട്. ആദ്യം ഒരു സിയാദോ സവാദോ അങ്ങനത്തെ ഒരാളെയാണ് ആദ്യം പൊക്കിയത്. അവരിൽ നിന്നാണ് അവൻക്ക് കാശ് കിട്ടുന്നത്. ഈ ടീച്ചർമാർ കാവ്യയിൽ നിന്നാണെന്ന് അറിഞ്ഞു. അങ്ങനെ കാവ്യയെ പൊക്കിയപ്പോൾ കാവ്യ ടീച്ചറാണ്. കാവ്യയുടെ കൂടെ എപ്പോഴും സഹചാരിയായിട്ടുള്ള ടീച്ചറാണ് കീർത്തന. അങ്ങനെ തെളിവുകൾ അടിസ്ഥാനത്തിൽ കീർത്തനയെ പൊക്കി. അപ്പോൾ ടീച്ചർമാർ പറഞ്ഞത് 2 ഉണ്ടാവുള്ളൂ. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആരെയും പൊക്കി? നീഷ്മനെ പൊക്കി. ഇപ്പം 3 ടീച്ചർമാരും ഒരേ BRCക്ക് കീഴിൽ ടീച്ചർമാരാണ്. ഇവർ ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ ആളുകൾ. ഇവർ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ആളുകളുടെ അവസ്ഥ ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഈ ടീച്ചർമാരെങ്ങാനും മുസ്ലിംസ് ആയിരുന്നെങ്കിൽ ഒരു നിമിഷം ഇവിടുത്തെ കാസയുടെ ആൾക്കാർ, അതേപോലെ ചില പ്രത്യേക പ്രൊഫൈലുകൾ ഇവിടെ എങ്ങനെയാണ് ഈ മതം ഇങ്ങനെ പഠിപ്പിക്കുന്നതാണ്, നാടിനെയും സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെവിടുന്നോ കൊട്ടേഷൻ എടുത്താണ്, ഇവരുടെ കിതാബിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 6-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവർ ഇസ്ലാം മതത്തിനെ കരിവാരത്തേക്കും. ഇപ്പോൾ ആരെങ്കിലും ഈ ഒരു കേസിൽ കാവ്യയുടെ മതത്തിനെ കുറ്റം പറയുന്നുണ്ടോ, കീർത്തനയുടെ മതത്തിനെ കുറ്റം പറയുന്നുണ്ടോ, നീഷ്മയുടെ മതത്തിനെ ആരും കുറ്റം പറയില്ല. അങ്ങനെ കുറ്റം പറയുകയും ചെയ്യരുത്. ഞാൻ പറഞ്ഞു, നമ്മുടെ കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ചിന്താഗതി എങ്ങനെയാണ്, മുസ്ലിമായ ഒരാളാണ് കുറ്റവാളി എങ്കിൽ ആ കുറ്റവാളികൾ അവരെ മതത്തിന് മറുപടി പറയണം. അവരെ മതം നോക്കി കുറ്റപ്പെടുത്തുന്ന ഒരു രീതി വർദ്ധിച്ചു വരികയാണ്. ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഈ ടീച്ചർമാർ ഇങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലാഹ് കാത്തുട്ടോ. ഇല്ലെങ്കിൽ ഉസ്താദുമാർ മദ്രസ പഠിപ്പിച്ചതിൻ്റെ കുഴപ്പമാണ്. എവിടേക്കൊക്കെ അത് എത്തുമെന്ന് കരുതിയിട്ട് ഇതൊന്നും പെടാത്ത മദ്രസയിലെ ഉസ്താദുമാർ വരെ മറുപടി പറയേണ്ടി വരും. ഇതൊക്കെ നിരന്തരം കാണുന്നൊരു കാര്യം ഞാൻ പറഞ്ഞതാ. ഇപ്പം ഈ 3 ടീച്ചർമാരെ സ്വത്ത് കണ്ടുകെട്ടാൻ പോവുക. ഇതിൻ്റെ പിന്നിലൊരു വയനാട് ഒരുത്തനുണ്ട്. വയനാടുള്ള ഒരുത്തൻ
അവനെയാണ് ശരിക്കും പിടിക്കേണ്ടത്. അവനിതുവരെ പിടികിട്ടിയിട്ടില്ല. ഇങ്ങനെ കരിയർമാരായിട്ട് വരുന്ന ഒരാളുകളെ മുൻനിർത്തിയിട്ടാണ് ഈ കച്ചവടം നടത്തുക. അഥവാ പിടിച്ചാലും ഈ വലിയ റാക്കറ്റിലുള്ള ആളുകൾ എന്ത് ചെയ്യരുത്, പിടികൂടരുത്. അപ്പോൾ ഈ ടീച്ചർമാർ ചെയ്ത പണി എന്താണ്, ഇവരാദ്യം MDM ഉപയോഗിക്കും. ഇവർക്ക് ആകെയുള്ള ശമ്പളം വെറും 1200 രൂപയാണ് ഇവരുടെ ആകെ ഒരു മാസത്തെ ശമ്പളം. പക്ഷെ ഇവർ 3 ദിവസം, ആഴ്ചയിൽ 3 ദിവസം മാത്രമാണ് ഇവർക്ക് ഡ്യൂട്ടി ഉള്ളൂ. ആ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇവർ ബാംഗ്ലൂർ, ദുബായിൽ അങ്ങനെ കിടന്ന് കറങ്ങാണ്, നല്ല നല്ല വാഹനങ്ങൾ. അപ്പോൾ ഇവർക്ക് സ്കൂളിലെ അധ്യാപികമാർക്ക് കിട്ടുന്ന സാലറിയും സൗകര്യത്തേക്കാൾ വലിയ സൗകര്യം ഇവർക്കുണ്ട്. സാലറി 12,000 രൂപയുള്ളൂ. അങ്ങനെ അന്വേഷണം വരുമ്പോഴൊക്കെ അന്നത്തെ ഭരണം അങ്ങനെയാണ്. അന്ന് തൂഫാനില്ലല്ലോ. എല്ലാവരും ഉള്ളിൽ ഈ സംശയമുണ്ട്. അങ്ങനെ ഓപ്പറേഷൻ തൂഫാനിലല്ലേ പടച്ചോനെ ഇവരെ പൊക്കിയത്. ആദ്യം കീർത്തനയെ പൊക്കി, കീർത്തനയെ അവളുടെ വീട്ടിൽ നിന്ന് പൊക്കി. ഇവളൊക്കെ പാവങ്ങളാണ്, സാധാരണക്കാരാണ്, ഒരു ഡിവോഴ്സികളാണെന്നൊക്കെയാണ് പറയണത് ഈ സ്വഭാവം വെച്ചിട്ട്. എങ്ങനെ അപ്പോൾ ആഡംബര ലൈഫ്. പിന്നെ ഇവർ സുംബ ഡാൻസിൻ്റെ ഒക്കെ ആളുകളാണ്. ഈ സുംബ ഡാൻസ് നടത്തിക്കഴിഞ്ഞാൽ ലഹരിയിൽ നിന്ന് മക്കൾ രക്ഷപ്പെടുന്ന ആരും. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ ഒരു പൊട്ടത്തരാണ്. എല്ലാവരും എങ്കിലും സുംബ ഡാൻസ് നടത്തി കഴിഞ്ഞാൽ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുമത്രേ. എന്ത് ലഹരിയിൽ നിന്ന് രക്ഷപ്പെടാൻ സുംബ ഡാൻസ്? ഇതുപോലത്തെ ടീച്ചർമാർ സുംബ ഡാൻസ് പഠിപ്പിക്കുന്നവർ തന്നെ ലഹരിയുടെ ആളുകളാണ്. നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നല്ല സൂക്ഷിക്കട്ടോ. ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, ഇവരിന് ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ഇത് കൊടുത്ത് മയക്കിക്കണോ, ആൺകുട്ടികൾക്ക് കൊടുത്ത് മയക്കിക്കണോ? മറീന ജോസഫ് എന്ന് പറഞ്ഞവരെ കേസ് അന്വേഷിക്കുന്ന IPS ഓഫീസർ പറഞ്ഞത് പെൺകുട്ടികളൊന്നും ഇതിൽ പെട്ടിട്ടില്ല, സുരക്ഷിതരാണ്. അപ്പോൾ ഇതുപോലത്തെ ടീച്ചർമാരെ ഇനി ഇവർക്ക് പുറം ലോകം കാണിക്കരുത്. ഇവരുടെ സ്വത്ത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് കൺഫേം ആയിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്വത്ത് കണ്ടുകെട്ടണം. ഇതിൻ്റെ പിന്നിലുള്ള വയനാടത്തെ വമ്പൻ കണ്ണിയുണ്ടല്ലോ, വയനാടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഇവരെ ക്യാഷൊക്കെ പോകുന്നത് അങ്ങോട്ടാണ്. അവരെയാണ് ഇനി പിടികൂടുന്നത്. ഇതിന് ഉറവിടം കണ്ടെത്തണം. ഇനിയും ചില ടീച്ചർമാർ ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ് പോലീസ് പറഞ്ഞത്. ഇനിയും ചില ടീച്ചർമാരുണ്ട്. ഏതൊക്കെയാണ് ടീച്ചർമാർ? ഇതിന് മുൻപ് കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു ഓപ്പറേഷൻ തൂഫാനെ പോലെയുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ മക്കളെ അവസ്ഥ ഉണ്ടാവില്ല. എവിടെ നോക്കിക്കുങ്ങൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളേ ഉള്ളൂ. അത് മദ്യം ലഹരിയായിട്ട് കാണാത്തൊരു സൊസൈറ്റിയാണ്. മദ്യം സർക്കാർ കൊടുക്കണതല്ലേ, അപ്പോൾ എത്ര വേണമെങ്കിലും കൊടുക്കാം, സർക്കാരിന് കാശുണ്ടാക്കാം. സിന്തറ്റിക് മാത്രമേ ലഹരിയുള്ളൂ. ആൺകുട്ടി കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടൊരു വാർത്ത കണ്ടെങ്കിൽ ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടിനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോവാണ് കൂട്ടുകാരിയും കൂട്ടുകാരനും കൂടി ചേർന്നിട്ട്. എന്നിട്ട് ഇവൾക്ക് മദ്യം കൊടുത്ത് അങ്ങനെ എന്തോ ഒരു അപകടം പറ്റി ഹോസ്പിറ്റലിലാകുമ്പോഴാണ് വീട്ടുകാരറിയുന്നത് മകള് റൂമിൽ കിടന്നുറങ്ങിയിരുന്നത്. അതില്ലപ്പോ, ആ മകള് വീട്ടിലില്ല, റൂമിലില്ല. നഊദുബില്ല 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ 2 പേരാണ് ഈ കാണുന്നത്. കാലം മാറി മക്കളെ. നമ്മളൊക്കെ പഴഞ്ചൻ, ഒന്നിനും കൊള്ളാത്ത 6ാം നൂറ്റാണ്ടിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ് കളിയാക്കിക്കോളി. അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ കുടുംബത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരാളുണ്ടോ? സൂക്ഷിക്കണേ നിങ്ങൾ. ആണാവട്ടെ പെണ്ണാവട്ടെ, അവൻ ആ കുടുംബത്തിന് നാശം ഉണ്ടാക്കുള്ളൂ. അതായത് മദ്യം എല്ലാ തിന്മയുടെയും താക്കോലാണ് എന്ന് പറഞ്ഞാൽ അത് മദ്യം മാത്രമല്ല, ലഹരി ഉൾപ്പെടുന്ന എല്ലാ സാധനങ്ങളും അത് മുഴുവനും എന്താണ്? അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ്. അപ്പോൾ ഈ ടീച്ചർമാരെ ഇനി പുറം ലോകം കാണാൻ അനുവദിക്കരുത്. ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണം. ഇവർ കാശ് കൊടുക്കുന്ന വയനാടുള്ള വമ്പനുണ്ടല്ലോ, പിന്നിൽ മറഞ്ഞു നിൽക്കുന്നതിൻ്റെ യഥാർത്ഥ പിന്നിലെ ശക്തി അവൻ ആരാണെന്ന് കണ്ടെത്തണം. ഇനി എത്ര ടീച്ചർമാർ ഇവരെ വലയിലുണ്ട്, അവർ മുഴുവൻ പുറത്തു കൊണ്ടുവരട്ടെ. ഈ 3 ടീച്ചർമാർ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഫസ്റ്റ് ഒരു ടീച്ചർ പിടിച്ചപ്പോൾ അത് ഒരു ടീച്ചറല്ലേ, പിന്നെ 2ാമത്തെ ടീച്ചർ, 3ാമത്തെ ടീച്ചർ, നാളെ 4ഉം 5ഉം ടീച്ചർമാരെ പിടിക്കും. കാരണം ചെക്കിംഗ് ഉണ്ടായിരുന്നില്ല. ഇനി തൂഫാൻ എന്നുള്ള പദ്ധതി ആവിഷ്കരിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നൽകുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു സ്ത്രീകളെങ്ങാനും മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ അല്ല കാത്തു, അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ മദ്രസയിലെ ഉസ്താദുമാരെ, മഹല്ല് കമ്മിറ്റികൾ, അത് മതം, കിതാബ്, ഖുർആന്, നബി ഇവരെയൊക്കെ പ്രതിക്കൂട്ടിലാക്കിയിട്ട് അപഹസിക്കാൻ കാരണമാകുമായിരുന്നു. അവനവൻ്റെ മക്കൾ ലഹരിയുടെ ഇടപാടുകൾ വരാതിരിക്കാൻ അവനവൻ്റെ കുടുംബത്ത് തന്നെ ശ്രദ്ധ തുടങ്ങാമെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിങ്ങളുടെ ആരും ആയിക്കോട്ടെ ഒരു പേഴ്സൺ ഇവരും വെളിയിൽ പോകില്ല. 100% ഉറപ്പ്. ധൈര്യമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുക. തണ്ടറിന്റെ ഭാഗമാവുക, തൂഫാന്റെ ഭാഗമാവുക. അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ കൊച്ചുകുട്ടികളെ നിങ്ങളൊക്കെ ഇതൊന്നും വിട്ടു നിൽക്കുന്നില്ല. പക്ഷെ കൊച്ചുകുട്ടികൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്തം. നമ്മുടെ അനിയനെ പോലെ അനിയത്തെ പോലും കരുതി അവരെ നമ്മൾ രക്ഷിക്കണം. അതിന് ഞങ്ങളുടെ കൂടെ നിൽക്കുക. തീർച്ചയായും. താങ്ക് യു. ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു പണ്ഡിതനുണ്ട്. ഈ പണ്ഡിതൻ്റെ മഹാപണ്ഡിതനാണ്, ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.